നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് മൗലികാവകാശങ്ങളെക്കുറിച്ചാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ആർട്ടിക്കിൾ 12 to 35. നോക്കാം. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് സുപ്രീം കോടതി. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 3. മൗലികാവകാശങ്ങളെക്കുറിച്ച് ഭരണഘടന വകുപ്പുകൾ 12 മുതൽ 35 വരെ. മൗലികാവകാശങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് USA-യിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ബിൽ ഓഫ് റൈറ്റ്സ്, അതിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. അടുത്തത്, മൗലികാവകാശങ്ങൾ അറിയപ്പെടുന്ന പേരുകൾ: ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യൻ ഭരണഘടനയുടെ ആധാരശില, ഭരണഘടനയുടെ മനസ്സാക്ഷി, ഇവയെല്ലാം മൗലികാവകാശങ്ങൾ അറിയപ്പെടുന്ന പേരുകളാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങൾ നിലവിൽ വരാൻ കാരണമായ INC സമ്മേളനം 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനമാണ്. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1931 കറാച്ചി സമ്മേളനം. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയത്തിൻ്റെ കരട് രൂപം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനം 1927 മദ്രാസ് സമ്മേളനം. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനം 1927 മദ്രാസ് സമ്മേളനം. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലികാവകാശങ്ങൾ 7 എണ്ണമായിരുന്നു. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് മൗലികാവകാശങ്ങൾ 7 എണ്ണമായിരുന്നു. ഇപ്പോൾ ഭരണഘടനയിലുള്ള അവകാശങ്ങളുടെ എണ്ണം 6 എണ്ണമാണ്. മൗലികാവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ മൗലികാവകാശമല്ല. സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമാവകാശമാണ്, ലീഗൽ റൈറ്റ് ആണ്. സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമാവകാശമാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ജുഡീഷ്യറിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ജുഡീഷ്യറി. എന്തൊക്കെയാണ് മൗലികാവകാശങ്ങളിൽ നിന്ന് നോക്കാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. 1. സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14 to 18. സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റി. അടുത്തത്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 to 22. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. അടുത്തൊരു മൗലികാവകാശം, ചൂഷണത്തിനെതിരായ അവകാശം. ആർട്ടിക്കിൾ 23 to 24. റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. 1. സമത്വത്തിനുള്ള അവകാശം. 2. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3. ചൂഷണത്തിനെതിരായ അവകാശം. 4. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 25 to 28. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. 5. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 29 ഉം 30 ആർട്ടിക്കിൾ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. 6. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അനുച്ഛേദം 32. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ മൗലികാവകാശങ്ങൾ ഇപ്പോൾ 6 എണ്ണമാണുള്ളത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 എണ്ണം ഉണ്ടായിരുന്നു. സ്വത്തവകാശം കൂടി ഉണ്ടായിരുന്നു. സ്വത്തവകാശം ആർട്ടിക്കിൾ 31 ആയിരുന്നു. അപ്പോൾ അത് എടുത്തു മാറ്റി ഇപ്പോൾ 6 എണ്ണമാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ടുള്ളത്. 1. സമത്വത്തിനുള്ള അവകാശം. 2. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3. ചൂഷണത്തിനെതിരായ അവകാശം. 4. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 5. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. 6. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഓർത്ത് വയ്ക്കാൻ ഫസ്റ്റ് ലെറ്റേഴ്സ്, എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റർ കൂട്ടിയിട്ട് സസ്വ ചൂമ സാമ്പ എന്ന് ഓർത്ത് വയ്ക്കാം. സസ്വ ചൂമ സാമ്പ.
ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അടുത്തത് സ്വത്തവകാശം നോക്കാം. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി. 44-ാം ഭേദഗതി 1978 44-ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. നീക്കം ചെയ്ത പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ് സ്വത്തവകാശം നീക്കം ചെയ്തത്. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 300A. സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 300A. മൗലികാവകാശത്തിൽ സ്വത്തവകാശമുള്ളപ്പോൾ ആർട്ടിക്കിൾ 31 ഇപ്പോൾ അത് 300A ആണ്. ഭരണഘടനാ ഭാഗം 12. മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. മൗലികാവകാശങ്ങൾ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെൻറ്റിന്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദുവരുത്താൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് മൗലികാവകാശങ്ങളെക്കുറിച്ച് അതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ്. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാൻ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.